തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ കാലിൽ പുഴുവരിച്ചതിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യവകുപ്പ്. വിദഗ്ധ സമിതി അന്വേഷണത്തിൽ പിഴവ് കണ്ടെത്തിയെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ആരോഗ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തി. വീഴ്ച വരുത്തിയ സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിജിത്തിനെ സസ്പെൻഡ് ചെയ്തു. രോഗി പരിചരണത്തിൽ ഗുരുതരമായ അനാസ്ഥ വരുത്തിയ ഡ്യൂട്ടി ഡോക്ടറെയാണ് അടിയന്തരമായി സസ്പെൻഡ് ചെയ്തത്. ഓർത്തോ വിഭാഗം S4 യൂണിറ്റിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രാജേന്ദ്ര പ്രസാദിന്റെ മുറിവ് 5 ദിവസമായിട്ടും തുറന്നു നോക്കുകയോ ഡ്രസ്സിംഗ് നടത്തുകയോ ചെയ്തിരുന്നില്ല. വാക്വം ഡ്രസ്സിംഗ് ചെയ്തു കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞ് മാത്രമേ ആ മുറിവ് വീണ്ടും ഡ്രസ് ചെയ്യാറുള്ളൂ. എന്നാൽ രാജേന്ദ്ര പ്രസാദിന്റെ കാലിൽ പ്രധാന മുറിവിലല്ല, കമ്പിയിടാൻ വേണ്ടി തയ്യാറാക്കിയ മുറിവിലാണ് പുഴുവരിച്ചതെന്നും സമിതി കണ്ടെത്തി. ഈ മുറിവ് ഡ്രസ് ചെയ്യാതിരുന്നത് ഗുരുതരമായ അണുബാധയിലേക്കും കാലിൽ പുഴുവരിക്കുന്നതിലേക്കും നയിച്ചു. ഇത് ഗുരുതര വീഴ്ചയായിട്ടും ജാഗ്രത കുറവായിട്ടും അന്വേഷണ സംഘം വിലയിരുത്തി. ദുരനുഭവം നേരിട്ട രോഗിയുടെ ബന്ധുക്കളോട് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് മാന്യമല്ലാത്ത പെരുമാറ്റമാണുണ്ടായതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഓർത്തോ ICUവിൽ നിന്നും മുറിവിൽ ഈച്ച മുട്ടിയതാകാം അണുബാധയ്ക്ക് കാരണമെന്ന് മെഡിക്കൽ കോളേജ് വിശദീകരണം നൽകിയിരുന്നു. എങ്ങനെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ഇത്തരമൊരു സംഭവം നടന്നു എന്നതിലടക്കം വ്യക്തമായ അന്വേഷണം വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. വിദഗ്ധ സമിതി സമർപ്പിച്ച ആദ്യ അന്വേഷണ റിപ്പോർട്ട് ഭാഗികമായി മാത്രമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അംഗീകരിച്ചത്. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ മന്ത്രി അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി സംഭവത്തിൽ ഉന്നതതല പുനരന്വേഷണത്തിന് മന്ത്രി നിർദ്ദേശിച്ചു. ആശുപത്രിയിൽ സർജറി നടത്തിയ ഒരു രാജേന്ദ്ര പ്രസാദ് എന്ന വ്യക്തിയുടെ മുറിവിൽ നിന്ന് പുഴു വന്നു. ഒരു അന്വേഷണം നടത്തിയപ്പോൾ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സീനിയർ റെസിഡൻ്റായ ഡോക്ടർ അഭിജിത്തിനെ ഇന്നലെ അച്ചടക്ക നടപടിക്ക് വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച് പുഴു എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷിക്കാൻ ഇപ്പോൾ പ്രിൻസിപ്പളിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പാരിപ്പള്ളി സ്വദേശിയായ രാജേന്ദ്ര പ്രസാദിനാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായത്. വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.